Sir, our one engine is not working properly. Starboard not working. ഹലോ ഗൈസ്, എന്തൊക്കെയുണ്ട് വർത്താനം? സുഖമല്ല എല്ലാവർക്കും? അടിപൊളിയായിട്ട് പോകാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മൾ പുതിയ വീഡിയോ ആണ്. എല്ലാവരും എന്താണ് വീഡിയോ കാണുക, സപ്പോർട്ട് ചെയ്യുക, അങ്ങനെ ഉണ്ട് എന്നൊക്കെ അഭിപ്രായം പറയാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നടക്കണ ഈ കാണുന്ന വലിയ ബോട്ട്, ഏകദേശം ഒരു 150 ഫീറ്റ് 100-150 ഫീറ്റ് മുകളിലുള്ള 200 ഫീറ്റ് അങ്ങനെ ഉണ്ട് സംഭവം. വലിയ ബോട്ടാണ്. അവിടുന്ന് ജസ്റ്റ് സ്ഥലം മാറ്റി പാർക്ക് ചെയ്യാനുള്ളൊരു പരിപാടിയാണ്. അപ്പൊ ജസ്റ്റ് ഓലെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിട്ട് നമ്മളെ സർവീസ് ബോട്ട് കൊടുത്ത് ഞാനും നമ്മളെ ലക്ഷ്മൺ ഭായ്, കൂടെ ജോലി ചെയ്യുന്ന ലക്ഷ്മൺ ഭായ് നേപ്പാൾ സ്വദേശിയാണ്. ഞങ്ങൾ രണ്ടുപേരും കൂടി ഞങ്ങളെ സർവീസ് ബോട്ട് കൊടുത്ത് ആ ബോട്ടിനെ ഒന്ന് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിട്ട് ജസ്റ്റ് പുഷ് ചെയ്യാനും അവരെ റോപ്പ് എടുത്തിട്ട് പിന്നെ എന്താ പറയുക ഡെത്ത് ചെയ്യാനും ഒക്കെ വേണ്ടി വന്നതാണ്. അപ്പോ ആ ഒരു വിഷ്വലൊക്കെ ആണ് നിങ്ങൾ കാണാൻ വേണ്ടി പോകുന്നത്. വീഡിയോ മുഴുവനായിട്ട് കാണാം, എന്നിട്ട് ഇതിന്റെ അഭിപ്രായങ്ങളൊക്കെ എന്താന്ന്, നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളൊക്കെ പറയാം. അപ്പൊ നേരെ അതിന്റെ ബാക്കിലത്തെ റോപ്പ് വയ്ക്കാൻ വേണ്ടിട്ട് വന്നു. അവിടെ ആ ബോട്ടിന്റെ എന്താ പറയാ ഹെൽപ്പർമാരായ അണ്ണന്മാരൊക്കെ ഉണ്ട് അവിടെ. ഒരു ബോട്ടിന്റെ റോപ്പൊക്കെ അയക്കാന്ന്. ആ സമയത്ത് ഞാൻ ഇവിടുന്ന് ലക്ഷ്മൺ ഭായിനെ അവിടെ ബർത്തിലാക്കി കൊടുത്ത് ബോട്ട് അപ്പം കെട്ട് കഴിച്ചിട്ട് പിന്നെ ജസ്റ്റ് മൂവ് ആവാൻ തുടങ്ങി ബോട്ട്. അപ്പൊ നമ്മളെ ലക്ഷ്മൺ ഭായിനെ ഞാൻ ബോട്ട് തിരിച്ച് കയറ്റി. അപ്പോൾ നമ്മളെ ബോട്ട് റിവേഴ്സ് പോകുന്നു. അങ്ങനെ ആ ബോട്ട് മൂവായി. അപ്പൊ നമ്മള് ബോട്ട് പിന്നെ രണ്ടാമത് പാർക്കിങ്ങിന് പോകുന്നത് അധികം ദൂരത്തോട്ടൊന്നല്ല കേട്ടോ, തൊട്ടടുത്ത് തന്നെയാണ്. ജസ്റ്റ് വെച്ചിട്ടുണ്ടെ ഇത്ര നേരം പാർക്ക് ചെയ്തുകൊണ്ടിരുന്ന ആ ഒരു ബെർത്തില് മെയിൻ്റനൻസ് വർക്ക് നടക്കുന്നത് കൊണ്ട് അവിടെ ഉണ്ടായിരുന്ന എല്ലാ ബോട്ടുകളും അവിടുന്ന് മറ്റുള്ള സ്ഥലങ്ങളിലേക്ക് മാറ്റി പാർപ്പിക്കുകയായിരുന്നു. അതുകൊണ്ട് ആ ഒരു സംവിധാനത്തിലാണ് ഈ ബോട്ടും ഇവിടുന്ന് മാറ്റുന്നത്. അങ്ങനെ ഞങ്ങളിതാ മറ്റേ മൂറിങ് ചെയ്യാനുള്ള റോപ്പ് ആദ്യമേ എടുത്ത് വെച്ചിട്ടുണ്ട്. കുളത്തിന്റെ അടിയിൽ വലിയ റോപ്പുണ്ട്. അത് എന്താ പറയാ ലേസി ലൈനായിട്ട് കൊടുത്തിരിക്കുന്ന ചെറിയ റോപ്പ് ഓൾറെഡി ഞങ്ങൾ കയ്യിലെടുത്ത് വെച്ചിട്ടുണ്ട്. ഇപ്പം അതിന്റെ ബാക്ക് റോപ്പ് കെട്ടിക്കഴിഞ്ഞാല് അവിടെ ബാക്കില് പിന്നെ റോപ്പ് വാങ്ങാനായിട്ട് അവിടെ ആൾക്കാർ വേറെ നിൽക്കുന്നുണ്ട്. ഇവിടുത്തെ ഫ്രണ്ടില് മൂറിങ് റോപ്പ് കൊടുക്കാനായിട്ട് ഞങ്ങള് വന്നത്. അങ്ങനെ ജസ്റ്റ് അവിടുന്ന് പിന്നെ കൊടുക്കാൻ വേണ്ടി ഓർഡർ വന്ന് അങ്ങനെ ബോട്ട് ജസ്റ്റ് നമ്മളെ പിന്നെ ബോട്ട് മുന്നോട്ട് മൂവ് ചെയ്ത് ആ റോപ്പ് ഇപ്പൊ നമ്മളെ ലക്ഷ്മൺ ഭായി ആ ബോട്ടിലുള്ള ആൾക്കാർക്ക് കൊടുക്കും. അപ്പൊ അത് കൊടുക്കാനുള്ള പരിപാടി എന്താ, ഇപ്പം ലക്ഷ്മൺ ഭായി ചാടി കൊടുക്കുന്നതാണ്. ചെറിയ വീഡിയോ ആണ്, സപ്പോർട്ട് ചെയ്യാം. ഐ മീൻ നിർദ്ദേശങ്ങൾ അറിയിക്കാം. ഈ അനാക്കോണ്ട എന്ന് ഞങ്ങൾ വിളിക്കുന്നത് മൂറിങ്ങിനായിട്ട് ഉപയോഗിക്കുന്ന വലിയ റോപ്പിനെ വിളിക്കുന്ന പേരാട്ടോ അനാക്കോണ്ട. അങ്ങനെ ബോട്ട് സൈഡിലെ റോപ്പ് കൊടുത്ത് ഇനിയിപ്പോ സ്റ്റാർബോർഡ് സൈഡിലെ പിന്നെ റോപ്പ് രണ്ട് ആങ്കർ മൂറിങ് റോപ്പ് ഉണ്ടാവും. വലിയ ബോട്ടല്ലേ, അപ്പം ബോട്ട് സ്റ്റേബിൾ ആയിട്ട് നേരെ നിൽക്കണമെങ്കിൽ രണ്ട് സൈഡിലും റോപ്പ് കൊടുക്കണം. അങ്ങനെ ഇപ്പുറത്തെ സൈഡിലെ സ്റ്റാർബോർഡ് സൈഡിലെ റോപ്പ് കൊടുക്കാൻ വേണ്ടിയിട്ടാട്ടോ ഇപ്പം ഇങ്ങോട്ട് ബോട്ട് തിരിച്ചു. അതിൻ്റെ ഇടയ്ക്ക് എന്താ പറ്റിയെന്ന് വെച്ചാൽ നമ്മളെ ബോട്ടിന്റെ ഒരു എഞ്ചിൻ മര്യാദയ്ക്ക് വർക്ക് ചെയ്യാനുള്ള പരിപാടി വന്നു. അതായത് ഓവർ ഹീറ്റ് ആയിട്ട് ഒരു എഞ്ചിൻ വർക്കാകുന്നില്ല. ഒരു എഞ്ചിൻ വർക്കാകേണ്ടുന്ന സമയത്ത് നമുക്ക് ബോട്ട് മര്യാദയ്ക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അങ്ങനെ ജസ്റ്റ് പുഷ് ചെയ്യാൻ വേണ്ടി ബോട്ടിന്റെ കാറ്റുകൊണ്ട് ബോട്ടിന്റെ പിന്നെ രണ്ട് ഭാഗം ഇങ്ങോട്ട് അടുത്ത് പോയി. അങ്ങനെ നമ്മൾ ബോട്ട് വെച്ചിട്ട് പുഷ് ചെയ്ത് അങ്ങോട്ട് തന്നെ തള്ളി നിൽക്കുക, അവരെ ഹെൽപ്പ് ചെയ്യണം. ഇതൊക്കെയാണ് ഈ സർവീസ് ബോട്ടിന്റെ മെയിൻ പർപ്പസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനൊക്കെ ഓരോ പരിപാടിയാണ് ഞാനിപ്പോൾ ഉപയോഗിക്കുന്നത്. റോപ്പ് വലിക്കുക, അതുപോലെ ബോട്ടിനെ പുഷ് ചെയ്യുക, പുൾ ചെയ്യുക, എന്താ പറയുക ബ്രേക്ക് ഡൗൺ ആയി കിടക്കുന്ന ബോട്ടുകളൊക്കെ വലിച്ചു കൊണ്ടുവരിക, അതിനെ യഥാർത്ഥ സ്ഥാനത്ത് പാർക്ക് ചെയ്യാൻ സഹായിക്കുക. ഇന്ന പരിപാടിയൊക്കെയാണ് നമ്മളെ സർവീസ് ബോട്ട് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അങ്ങനെ നമ്മളെന്താക്കി ആ ബോട്ടിനെ പറ്റും പോലെ പുഷ് ചെയ്ത് നേരെ കൊടുക്കുന്ന ഇതായി കാണുന്നുണ്ട്. हाँ क्या बोल रहा है? ओके
അങ്ങനെ ബോട്ട് ഒരുവിധം തള്ളി നേരാക്കി കൊടുത്ത് ഇനിയിപ്പോൾ നമുക്ക് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ബാക്കിലെ അതായത് സ്റ്റാർട്ട് സൈഡിലെ മൂറിംഗ് ലൈനിന്റെ ലേസി ലൈൻ അത് അവിടെ ബെർത്തിൽ കെട്ടി വെച്ചിട്ടുണ്ട്. അതിന് വേണ്ടിയായി പോകുന്നുണ്ടോ. ഇനിയിപ്പോ നമ്മളെ ഫ്രണ്ടിൽ കാണുന്ന ആ ബോട്ട് മാർക്കിന്റെയും ആ വാളിന്റെയും ചെറിയൊരു ഗ്യാപ്പിലേക്ക് അവിടെ ഒരു റോപ്പ് കിടക്കുന്നുണ്ടോന്ന് എനിക്കറിയില്ല. അവിടെ റോപ്പ് കിടക്കുന്നത് അതാണ് നമ്മളെ ലേസി ലൈൻ. അത് അഴിച്ചെടുത്തിട്ട് ബോട്ടിലേക്ക് കൊടുക്കണം. ഇതിനൊക്കെ നടക്കണ്ടെങ്കിൽ 2 എഞ്ചിൻ ഉണ്ടായിരുന്നു നമ്മുടെ ബോട്ടിന്. ഇപ്പോൾ 1 എഞ്ചിൻ മാത്രമേ വർക്കാവുന്നു. അതുകൊണ്ട് തന്നെ ബോട്ടിന് തട്ടാൻ പാടില്ല, വാളിന് തട്ടാൻ പാടില്ല. അങ്ങനെ 1 എഞ്ചിൻ വെച്ചിട്ടാണ് ഇപ്പൊ പോകുന്നത്. ബോട്ട് നമ്മൾ താങ്ങുന്നുണ്ട്. അതിന്റെ ഇടയ്ക്ക് തട്ടിയിട്ടുണ്ടെങ്കിൽ അതിന്റെ മുതലാളിനോട് നമ്മൾ സമാധാനം പറയട്ടെ. അതുകൊണ്ട് തന്നെ വളരെ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യാണ്. ഇടയ്ക്കിടയ്ക്ക് ഓടി വന്നിട്ട് ബോട്ട് നേരെ വെക്കുന്നുണ്ട്. വീണ്ടും നമ്മുടെ ലക്ഷ്മണനെ സഹായിക്കാൻ വേണ്ടി ഞാൻ മുന്നോട്ട് പോയി ആ റോപ്പ് അഴിക്കുകയാണ്. ആ റോപ്പ് അഴിച്ചിട്ട് അതിന്റെ തല നമുക്ക് ബോട്ടിലുള്ള ആൾക്കാർക്ക് കൊടുത്താൽ ഒരുവിധം നമ്മളെ പണി എന്താവും, സമാധാനമായിട്ട് കഴിയും. അങ്ങനെ ബോട്ടിലെ അതിന്റെ തല ബോട്ടിന്റെ ബൊലാടിനെ കെട്ടി നല്ല റിവേഴ്സ് എടുത്തിട്ട് പോകണം ഈ ഗ്യാപ്പിനുള്ളിൽ കൂടി. ओके लक्ष्मण देखो ये सीधा उसको दिएगा तो अच्छा है ना. हाँ ओके. അങ്ങനെ ഒരുവിധം നമ്മൾ പുറത്തെത്തി. ലേസി ലൈൻ വലിക്കുക കേട്ടോ. ലേസി ലൈൻ വലിക്കാൻ ലക്ഷ്മൺ ഭായിനെ ഏൽപ്പിച്ച് അങ്ങനെ നമ്മൾ ആ റോപ്പിന്റെ എന്റെ ഭാഗം ബോട്ടിലുള്ള ആൾക്കാരെ ഏൽപ്പിച്ച് അവർ സ്റ്റേബിൾ ആയിട്ട് ബോട്ട് സെറ്റപ്പായി. നമ്മളെ ദൗത്യം പൂർത്തിയാക്കി, ഫുള്ളായി പൂർത്തിയാക്കി. അപ്പൊ ഗൈസ് ഈ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെടും എന്ന് ഞാൻ കരുതുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യാം, സബ്സ്ക്രൈബ് ചെയ്യാം. അതുപോലെ തന്നെ നിങ്ങളെ വിലയേറിയ അഭിപ്രായങ്ങളും എന്നെ അറിയിക്കുക.